ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക പീഠമില്ലേ, അത് കണ്ടെത്തി. പീഠം കാണാതായെന്ന് ആരോപണമുന്നയിച്ച സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരാളും ചേർന്നാണ് സ്വർണ്ണപീഠം വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ എത്തിച്ചതെന്ന് സഹോദരിയും ഭർത്താവും പറഞ്ഞു. കേൾക്കാം. അതായത് 25-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് അനിയനും മറ്റേ വേറൊരാളൂടെ അവൻ അങ്ങ് ബാംഗ്ലൂർക്ക് പോവായിരുന്നു രാവിലെ. അപ്പൊ ഈ ഒരു സാധനം സീൽ ചെയ്ത ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നു. ഷീഡാണെന്ന് പറഞ്ഞു. സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. വരുന്നവരാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും. ഇന്നലെയും വന്നില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവര് വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞാൻ അവനെ ഉടനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സാധനം ഇങ്ങനെ വേറൊരാളിന്റെ കയ്യിലാണ് ഇരുന്നത്. നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും. ഇത് 3-4 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് 2021 ഇത് ഇവര് ഉണ്ണികൃഷ്ണനും അവന്റെ ഗ്രൂപ്പുകാരും കൂടി ഇത് കൊണ്ടുവന്ന് അവിടെ നിന്ന് സമർപ്പിച്ചപ്പോഴത്തേക്ക് അത് പാകമാകാതെ പോയി. അതവിടെ ചേരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ വാസുദേവന്റെ കയ്യിലെത്തിയതെന്ന് എനിക്കറിയില്ല. വാസുദേവൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിലാണ് ഇത് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും കൂടിയാണ് ഇതിവിടെ കൊണ്ടുവച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ടില്ല, വെളുപ്പിനെയാണ് ഇവിടെ വന്നിട്ട് പോയത്. ശ്രീകോവിലിന്റെ മുന്നിൽ 2 ദ്വാരപാലകരുടെ ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് പോയി. കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ താമസിച്ചു പോയി. അത് വലിയ വിഷയമായി. വലിയ അന്വേഷണമായി. കോടതി അന്വേഷിക്കാൻ ഞങ്ങളുടെ SP ചുമതലപ്പെടുത്തി. ഞങ്ങളുടെ SP അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ SP-യുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി. ഓരോ മണിക്കൂറിലും മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിൽ വീഡിയോ ചിത്രീകരണത്തോടുകൂടി ചെന്നൈയിൽ കൊണ്ടുപോയി. ചെറിയൊരു സാങ്കേതിക പിഴവ് അറിയിക്കാൻ വിട്ടുപോയി. കോടതിയെ അറിയിക്കുന്നു, കോടതി അംഗീകരിക്കുന്നു, തിരിച്ചുണ്ടാകുന്നു. കൊണ്ടുവച്ചു. PS പ്രശാന്താണ് ഇപ്പോൾ സംസാരിച്ചത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായും ഇവ കാണാതായെന്നുമാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചിരുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, പരാതി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം ഈ സ്വർണ്ണപീഠം ഈ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടുവച്ചു എന്ന് ആരോപണത്തിന്റെ മുനയിൽ നിൽക്കുന്നതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നെന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി ഉന്നയിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇതിനകത്ത് ആക്ച്വലി ദുരൂഹതയുണ്ടോ? അരുൺകുമാർ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. കാരണം സ്വർണ്ണപ്പാളിക്ക് പുറമേയുള്ള പീഠം കണ്ടെത്തിയ സംഭവത്തിൽ അത് ദുരൂഹതയുണ്ട്. കാരണം ഇത് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഠം ശബരിമല ദേവസ്വം വിജിലൻസ് കമ്മീഷണർ കണ്ടെത്തുന്നത്. അത് പരിശോധനയിൽ കണ്ടെത്തുന്നു. ഈ സ്പോൺസറുടെ വീട്ടിലടക്കം പോയിരുന്നു. ഏതായാലും ഇതിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം സ്വീകരിക്കുന്നു. ഏതായാലും വിജിലൻസ് ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. നാളെ ഒരുപക്ഷെ ദേവസ്വം ബെഞ്ചിൽ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറാനാണ് സാധ്യത. ഇതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം പ്രതിപക്ഷമടക്കം ഉയർത്തുകയാണ്. വലിയ വിവാദം ഇപ്പോഴും ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. എവിടെയാണ്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്നാണ്, ഏത് സാഹചര്യത്തിലാണ് ചില കാര്യങ്ങൾ മറച്ചുവെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അതിനുൾപ്പെടെയുള്ള ഉത്തരങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. ഏതായാലും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട തൂക്കവ്യത്യാസം അടക്കമുള്ള വിവാദങ്ങളാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെളിപ്പെടുത്തലുണ്ട്. അത് ചാക്കിൽ കെട്ടിയ നിലയിൽ പീഠം വീട്ടിലുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അത് എത്തിച്ചത്. അത് എന്താണെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നടക്കമുള്ള വിശദീകരണമാണ് നൽകുന്നത്. ഏതായാലും ഈ വിവാദത്തിൽ ഇനിയും പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കോടതി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഏറ്റവും നിർണായകമാകും. ഇത് ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദം ആളിക്കത്തിയത്. അതുവരെ വലിയ ചർച്ചയായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയാകുന്നു. ചർച്ചയ്ക്ക് തുടക്കമായതിന് പിന്നാലെ തന്നെ കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരുന്നില്ല സ്വർണ്ണപ്പാളി അത് കൈമാറ്റം ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യത്തിൽ നാളെ ഇനി ദേവസ്വം ബെഞ്ചിൽ റിപ്പോർട്ട് വിജിലൻസ് കമ്മീഷൻ സമർപ്പിച്ചാൽ അതിൽ കോടതി എടുക്കുന്ന നിലപാട് ഏറ്റവും നിർണായകമാണ്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.